Hello everyone. We will now go into certain functions of Excel that deals with the standard distributions that we have learned. First we will go to the binomial distribution. Associated with the binomial distribution, we have got two functions in Excel. One is the binom dist and then the binom inverse. Both these functions are needed for us. First we will go into binom dist. Binom dist is a function which is used to find the values of the probability density function small f of x and the distribution function capital F of x of a binomial distribution. അതായത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂവും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ബൈനോം ഡിസ്റ്റ്. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആണ് എന്നും പിയും, വേർ എൻ ഇസ് ദ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ആൻഡ് പി ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഇപ്പോൾ ബൈനോം ഡിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്നിൻ്റെ വാല്യൂവും പിയുടെ വാല്യൂവും എക്സിൻ്റെ വാല്യൂവും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മോൾ എഫ് എക്സിൻ്റെ വാല്യൂവും ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ വാല്യൂവും അത് നമുക്ക് റിട്ടേൺ ചെയ്യും. That is, for an example, consider a binomial distribution B and P with n is equal to 20, P equal to 0.4. Suppose we want to find the values of f of 4 and capital F of 12. f of 4 എന്ന് വെച്ചാൽ it is probability of x equal to 4. It is a probability density function. So f of x is equal to probability of capital X equal to small x. അത് ഉപയോഗിച്ച് f of 4 is equal to probability of capital X equal to 4. അതേപോലെ capital F of 12 which is a distribution function, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് it is probability of capital X less than or equal to 12. ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ബൈനോം ഡിസ്റ്റ്. വി ക്യാൻ സീ ഹൗ ഇറ്റ് ഇസ് യൂസ്ഡ്. സെലക്ട് ദ സെൽ where you want the value of small f of 4, എന്നിട്ട് go to more functions, statistical and binom dist. So this is the dialog box. It asks for 4 arguments. ഒന്നാമത്തേത് നമ്പർ അണ്ടർസ്കോർ എസ്. നമ്പർ അണ്ടർസ്കോർ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് എക്സ്. നമ്മൾക്ക് ഏത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്മോൾ എഫ് എക്സും ക്യാപിറ്റൽ എഫ് എക്സും വേണ്ടതെന്ന് വെച്ചാൽ അതാണ് നമ്പറിൽ കൊടുക്കേണ്ടത്. ഹിയർ വി വാണ്ട് സ്മോൾ എഫ് ഓഫ് 4, സോ ഐ എം ഗിവിംഗ് ദ വാല്യൂ 4 there. അടുത്തത് ട്രയൽസ് ആണ്. ട്രയൽസ് ഇസ് ആക്ച്വലി ദ നമ്പർ ഓഫ് repetitions of the experiment, number of independent trials, അതായത് എന്നിൻ്റെ വാല്യൂ that is 20. Then it is asking probability എന്ന് വെച്ചാൽ probability of success ആണ്, that is p, small p യുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. So it is 0.4. ലാസ്റ്റ് സെൽ ആണ് ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് സെൽ ഇസ് എ ലോജിക്കൽ സെൽ. ലോജിക്കൽ സെൽസിലെല്ലാം നമുക്ക് either ട്രൂ ഓർ ഫോൾസ് എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ താഴെ എൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. സി, ഫോർ ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ യൂസ് ട്രൂ. അതല്ല ഫോർ ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇസ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, യൂസ് ഫോൾസ്. അപ്പം നമ്മളിവിടെ ട്രൂ ആണോ ഫോൾസ് ആണോ എൻ്റർ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് കിട്ടുന്ന ആൻസർ സ്മോൾ എഫ് എക്സ് ആണോ ക്യാപിറ്റൽ എഫ് എക്സ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിവിടെ ട്രൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ്, ആൻഡ് ഇഫ് ഐ പുട്ട് ഫോൾസ് ഹിയർ ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ ഫോർ സ്മോൾ എഫ് എക്സ്. നമുക്കിപ്പോൾ വേണ്ടുന്നത് സ്മോൾ എഫ് ഓഫ് 4ൻ്റെതാണ്. സോ ഐ എം പുട്ടിങ് false here, and when I press enter you have the value of small f of 4, അതായത് probability of capital X equal to 4 ഇതിൻ്റെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്. Now we can try capital F of 12, അതായത് distribution function corresponding to x equal to 12, that is probability of x less than or equal to 12. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി you have to take the same function. ഒരിക്കൽ ഉപയോഗിച്ച ഫംഗ്ഷനെ റീആക്സസ് ചെയ്യാൻ better you use this one. So you have binom dist. Here it is x in the value 12 ആണ്, so give 12. Number of trials is 20. P is equal to 0.4, and here you have to give the value true. So once you give the value true, it returns a cumulative distribution function. Press OK. So this is your capital F of 12 corresponding to
x equal to 12. Capital F of x corresponding to x equal to 12. അപ്പോൾ ഇതാണ് ബൈനോം ഡിസ്റ്റ്. ബൈനോം ഡിസ്റ്റ് helps us to calculate the value of the probability density function and the distribution function corresponding to certain values of n, p and x. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ബൈനോം ഡിസ്റ്റ്, ഇൻവേഴ്സ്. പൊതുവെ എല്ലാ ഡിസ്റ്റ് ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ സ്മോൾ എഫ് എക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ബൈനോം ഡിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല അതിൻ്റെ റിവേഴ്സ് എന്ന് വെച്ചാൽ എഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എക്സ് കണ്ടുപിടിച്ച് തരുന്ന ഫംഗ്ഷനാണ് ബൈനോം ഇൻവേഴ്സ്. ഇവിടെ നമുക്ക് പി ഡി എഫിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ബൈനോം ഇൻവേഴ്സ് റിട്ടേൺസ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്സ് കറസ്പോണ്ടിങ് ടു എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എഫ് എക്സ്. അതായത് സി ഡി എഫിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് യു ദ കറസ്പോണ്ടിങ് എക്സ്. So we'll just see what the function is. So it is statistical binom inverse. ഇവിടെ 3 ആർഗ്യുമെന്റ്സ് ആണുള്ളത്. The first one is trials. Trials എന്ന് വെച്ചാൽ n-ന്റെ വാല്യൂ. Suppose we are giving n is equal to 20 again. We are giving the probability 0.4. അടുത്തത് it is alpha. Alpha should be a value between 0 and 1. ഈ ആൽഫയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ക്യാപിറ്റൽ എഫ് എക്സിന് ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തേക്കാണ്. സോ 0.5678. സോ ക്യാപിറ്റൽ എക്സ് 0.5678 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്, സത്യത്തിൽ ഇത് എക്സിൻ്റെ മിനിമം വാല്യൂ ആണ്. ക്യാപിറ്റൽ എഫ് എക്സ് ഈക്വൽ ടു 0.5678 വരാൻ സാധ്യതയുള്ള എക്സിൻ്റെ വാല്യൂ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് 8. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 8. സി നമുക്ക് നമ്മളുടെ തന്നെ ഒരിക്കൽ ചെയ്ത എക്സാമ്പിൾ ഇപ്പോൾ ഇത് നോക്ക്. എക്സ് ഈക്വൽ ടു 12 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ എഫ് എക്സ് ആണ് ഇത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എഫ് എക്സ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 12 എന്ന് വേണം നമുക്ക് തിരിച്ചു തരാൻ. വി ക്യാൻ ട്രൈ ദാറ്റ് ഓൾസോ. വൺസ് മോർ യു ടേക്ക് ബൈനോം ഇൻവേഴ്സ്. ട്രയൽസ് ഇസ് 20, probability is 0.4 and give this value as alpha 0.9789. See, the answer is 12. So x in the corresponding value എന്ന് പറയുന്നത് 12 ആണ്. So there are two functions in binomial distribution. One is binom dist and the next one is binom dot inverse. ഇത് ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിനും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസിനും എല്ലാ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ബൈനോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ പൊതുവെ സംതിങ് ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ റിട്ടേൺസ് യു ദ വാല്യൂ ഓഫ് സ്മോൾ എഫ് എക്സ് ഓർ ക്യാപിറ്റൽ എഫ് എക്സ് കറസ്പോണ്ടിങ് ടു ദ പാരാമെട്രിക് വാല്യൂസ് ആൻഡ് വാല്യൂ ഓഫ് എക്സ്. പാരാമീറ്ററിൻ്റെ വാല്യൂവും എക്സിൻ്റെ വാല്യൂവും കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡി എഫും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമാണ് ഡിസ്റ്റ് ഫങ്ഷൻസ് നമുക്ക് തരുന്നത്. അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ് ഇൻവേഴ്സ് ഫങ്ഷൻസ് തരുന്നത്. അതായത് ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ വാല്യൂവും പാരാമീറ്ററിൻ്റെ വാല്യൂസും കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് ആണ് ഇൻവേഴ്സ് ഫങ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബൈനോം ഡിസ്റ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ബൈനോം ഡിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ നോക്കാം. നമ്പേഴ്സ് എന്നിടത്ത് എക്സിൻ്റെ വാല്യൂ കൊടുക്കണം, ട്രയൽസിൽ എന്നിൻ്റെ വാല്യൂ കൊടുക്കണം, പ്രോബബിലിറ്റിയിൽ പിയുടെ വാല്യൂ കൊടുക്കണം, ക്യുമുലേറ്റീവിൽ ട്രൂ എന്നാണ് എഴുതുന്നതെങ്കിൽ യു ഗെറ്റ് ദ വാല്യൂ ഫോർ ക്യാപിറ്റൽ എഫ് എക്സ്. അതല്ല ക്യുമുലേറ്റീവിൽ ഫോൾസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ യു ഗെറ്റ് ദ വാല്യൂ ഫോർ സ്മോൾ എഫ് എക്സ്. അതാണ് ബൈനോം ഡിസ്റ്റ്. ഇനിയും ബൈനോം ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ, ബൈനോം ഇൻവേഴ്സ് ഇവിടെ നമ്മൾ ട്രയൽസിൽ എന്നിൻ്റെ വാല്യൂ കൊടുക്കണം, പ്രോബബിലിറ്റിയിൽ പിയുടെ വാല്യൂ കൊടുക്കണം, ആൽഫയിൽ ക്യാപിറ്റൽ എഫ് എക്സ് കൊടുക്കണം. ക്യുമുലേറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ, കറസ്പോണ്ടിങ് മിനിമം വാല്യൂ ഫോർ എക്സ്. So these are the two functions that I wanted to discuss today. So you have to go through these functions. Actually the best way is നമ്മൾ ഇതേപോലുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ.
അതുപയോഗിച്ച് അതിനെ ഈ ഫങ്ഷൻസ് ഉപയോഗിച്ച് ചെയ്ത് നോക്കണം. വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ബൈ.